നമസ്കാരം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്ര 2 ദിവസം മാത്രമാണ് ഇനി സമാപിക്കാൻ ബാക്കിയുള്ളത്. ഇതിനോടകം ആ യാത്ര മഹാവിജയത്തിലെത്തിയിരിക്കുന്നു. അതായത് ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ചില ആവശ്യങ്ങൾ പൊതുസമൂഹം ആ ഒരു ഗൗരവത്തിൽ തന്നെ അതിനെടുത്തു. വലിയൊരു സ്വീകാര്യത ഈ യാത്രക്ക് ലഭിച്ചു. മനുഷ്യർക്കൊപ്പം എന്നുള്ള സന്ദേശമാണ് ഈ യാത്ര മുന്നോട്ട് വെച്ചത്. അത് തന്നെ ആയിരിക്കാം ഈ യാത്രക്ക് ഇത്ര വലിയ സ്വീകാര്യത ലഭിക്കാൻ കാരണമായത്. എന്തായാലും ഇവിടെ ഈ കാന്തപുരത്തിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് മലപ്പുറം ജില്ല വിഭജിക്കണം, മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് ഒരു ജില്ലയുണ്ടാകണം എന്നൊക്കെയാണ്. ഇത്തരത്തിലൊരു ആവശ്യം ഉയർന്നു വന്നപ്പോൾ ചില ആളുകളൊക്കെ അതിനെതിരെ രംഗത്തെത്തുന്നു. കാന്തപുരത്തിന്റെ യാത്രക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ചില നീക്കങ്ങൾ നടത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് BJP സംസ്ഥാന അധ്യക്ഷൻ ഒരു കത്ത് നൽകിയിരിക്കുകയാണ്. ഈ കത്തിൽ പറഞ്ഞിട്ടുള്ള വിവരം കേരളം എന്നുള്ളതാണ് ഔദ്യോഗിക നാമം. കേരള എന്നുള്ളത് പറ്റില്ല, കേരളം എന്നാക്കണം എന്നുള്ളതാണ്. നിയമസഭയിൽ ഇത്തരത്തിലൊരു ആവശ്യം നേരത്തെ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ കേരളം എന്നാക്കണം, ഔദ്യോഗിക നാമം ആക്കണം എന്നുള്ള ഒരു ആവശ്യം അവിടെ പാസ്സാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇവിടെ രാജീവ് ചന്ദ്രശേഖർ കത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ടാണ് കത്ത്. ഇത്തരത്തിലൊരു ആവശ്യം രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിയതിന് പിന്നിലുള്ള അദ്ദേഹത്തിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. ഇവിടെ ഈ ജില്ലാ വിഭജനവുമായി ബന്ധപ്പെട്ടാണ്. മതാടിസ്ഥാനത്തിൽ ചില ജില്ലകൾ വിഭജിക്കുന്നു, അതിന് തടയിടുന്നതിന് വേണ്ടിയാണത്രേ BJP ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത്. അതായത് ഒറ്റക്കെട്ടായി നിന്നാൽ, ഒരുമിച്ച് നിന്നാൽ ചിലതൊക്കെ നേടിയെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ നേടിയെടുത്തേക്കും എന്നുള്ള ഒരു ഭയം BJPക്ക് അകത്തുണ്ട്. അത്ര വലിയൊരു സ്വീകാര്യത കാന്തപുരത്തിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട് എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. വലിയ രീതിയിൽ തന്നെ ഈ യാത്ര ചർച്ചയായിട്ടുണ്ട്, ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ അതിന് തടയിടുക, തുരങ്കം വെക്കുക എന്നുള്ള ഒരു ഉദ്ദേശം സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ആളുകളുടെ മനസ്സിലുണ്ടാകും. അതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും ഇത്തരക്കാരെ പ്രകോപിപ്പിച്ചിട്ടുള്ള, ഭയപ്പെടുത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സുന്നി ഐക്യം തന്നെയാണ്. 89 രൂപപ്പെട്ട എതിർപ്പ് അത് അലിഞ്ഞില്ലാതായെങ്കിലും അത് തുറന്നു പറയാൻ, ആ എതിർപ്പില്ല, ഒന്നാണ് എന്ന് പറയാൻ കാന്തപുരം ഉസ്താദിന്റെ ഈ കേരള യാത്ര വേണ്ടി വന്നു. ഈ കേരള യാത്ര തുടങ്ങിയത് മുതൽ ഇന്നീ ദിവസം വരെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരു സമയത്ത് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന ആളുകൾ അഭിവാദ്യം അർപ്പിച്ച് രംഗത്തെത്തുന്നു. 89 എറണാകുളത്തെ SYSന്റെ സമ്മേളനം അത് പൊളിക്കാൻ നോക്കിയ ആളുകൾ എറണാകുളത്ത് കൊടുത്ത സ്വീകരണത്തിൽ പങ്കെടുക്കുന്നു. ആ പരിപാടി മഹാവിജയമാക്കുന്നു. സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്ന് രാജ്യസഭാ MP അഡ്വക്കേറ്റ് ഹാരിസ് മീരാൻ ഇവിടെ കേരള യാത്രയുടെ സ്വീകരണ വേദിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു. മറ്റു ചില പരിപാടികൾ ഒഴിവാക്കിയിട്ടാണ് ഇവിടെ എത്തിയത് എന്ന് അദ്ദേഹം പറയുന്നു. ഈ ഐക്യം കാണുമ്പോൾ ചില ആളുകളൊക്കെ വല്ലാതെ ഭയന്നു പോകുന്നു. മുസ്ലിം ലീഗും അതുപോലെ തന്നെ കാന്തപുരം വിഭാഗവും നേരത്തെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും എതിർപ്പും ഒക്കെ ഈ ഇരു വിഭാഗങ്ങൾക്കും ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ എതിർപ്പും അഭിപ്രായ വ്യത്യാസങ്ങളും അലിഞ്ഞില്ലാതായിരിക്കുന്നു. എന്തായാലും ഇത് ചിലരെയൊക്കെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നു. ഇവരൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് ചിലതൊക്കെ നേടിയെടുക്കാൻ ശ്രമിച്ചാൽ ഇവർക്ക് വിജയത്തിലെത്താൻ കഴിയും. ഈ കാന്തപുരത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹം ഒരു വഴിക്കിറങ്ങിയാൽ ആ വഴിയിലൂടെ തന്നെ പോകും എന്നുള്ളതാണ്. ഇതെങ്ങാനും അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ നടപടിയാകുമോ, നടക്കുമോ എന്ന് ഭയന്ന രാജീവ് ചന്ദ്രശേഖർ കത്തുമെടുത്ത് പ്രധാനമന്ത്രിക്ക് ചില ആവശ്യങ്ങളൊക്കെ അദ്ദേഹം ഉന്നയിക്കുകയാണ്. അത്തരത്തിലുള്ള ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കത്ത് കൊടുക്കുകയാണ്. എന്തായാലും ഇവിടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ജനുവരി 1 മംഗലാപുരത്ത് നിന്നും അദ്ദേഹം ആരംഭിച്ച, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം നയിക്കുന്ന കേരള യാത്ര ഇതിനോടകം തന്നെ അതിന്റെ ഉദ്ദേശം വളരെ കൃത്യമായി വ്യക്തമാണ്. ആ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് അത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അത് വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം മഹാവിജയത്തിലെത്താൻ യാത്രയ്ക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചില വിഷജീവികളൊക്കെ അവരൊക്കെ വല്ലാത്ത അങ്കലാപ്പിലാണ്. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു ഭയം അവർക്കുണ്ട്. അതുപോലെ തന്നെ തുടർച്ചയായി വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തി പറഞ്ഞിരുന്ന ആളുകൾ, കാറിൽ കൊണ്ടുപോയാൽ എന്താണ് കുറ്റം എന്നൊക്കെ ചോദിച്ചിരുന്ന ആളുകൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനോ പറയാനോ തയ്യാറാകുന്നില്ല. ഔദ്യോഗികമായിട്ടുള്ള പൊതുപരിപാടികളിൽ നിന്ന്, പാർട്ടി പരിപാടികളിൽ നിന്ന് ബാലനോട് തൽക്കാലം മാറി നിൽക്കാൻ പറഞ്ഞു എന്ന വാർത്തകൾ കൂടെ പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം ബാലൻ പറഞ്ഞ ചില വിവരക്കേടുകളുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ചില ആളുകൾക്കുള്ള കൃത്യമായ മറുപടി ഈ കേരള യാത്ര കൊടുക്കുന്നു. കേരള യാത്രയുമായി ബന്ധപ്പെട്ട് അത്തരക്കാരെ നിലക്കു നിർത്തണം എന്നുള്ള ഒരു ആവശ്യം ഉയർന്നു വരുന്നു. അതിന് വലിയ സ്വീകാര്യത കിട്ടുന്നു. എന്തായാലും കാന്തപുരം ഉസ്താദിന്റെ യാത്ര ഇതിനോടകം മഹാവിജയത്തിലെത്തിയിരിക്കുന്നു. ആ വിജയം ചിലരെയൊക്കെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.